പ്രക്ഷുബ്ധമായി ഒഴുകുന്ന നദികൾ പ്രകൃതിയുടെ ശക്തിയെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയോട് അതിന്റെ തന്നെ ഭാഷയിൽ സംസാരിച്ച ഒരാളുണ്ട്. പാലങ്ങളെ വളർത്തിയ വ്യക്തിത്വം. ശ്രീ ഹാലി വാർ, പത്മശ്രീ ജേതാവ്, 2026. മഴയായും കൊടുങ്കാറ്റുകളായും കാലവർഷം കഥകൾ എഴുതുന്ന ഇന്ത്യയുടെ കിഴക്കുള്ള ഗിരിനിരകളിൽ പ്രകൃതിയെ മനുഷ്യൻ എതിരിടാറില്ല, മറിച്ച് ശ്രവിക്കാറേയുള്ളൂ. മേഘാലയയിലെ സോഹ്രയ്ക്കടുത്തുള്ള സിയേജ് ഗ്രാമം. അവിടെ 1957 ഖാസി മലകളിലെ സൗമ്യരായ ജനങ്ങൾക്കിടയിലാണ് ഹാലിവാർ ജനിച്ചത്. പുതിയ ലോകത്ത് അപൂർവത നിഴലിക്കുന്ന ഒരു പാരമ്പര്യത്തിലേക്കാണ് 10ാമത്തെ വയസ്സിൽ അദ്ദേഹം ചുവടുവെച്ചത്. ക്ഷമ അതിനെ മണിക്കൂറുകളോ വർഷങ്ങളോ കൊണ്ടല്ല, മറിച്ച് തലമുറകളാലാണ് അളന്നിരുന്നത്. ജീവനുള്ള വേരുകൾ കൊണ്ട് പാലങ്ങൾ തീർക്കുന്ന ഈ അതുല്യമായ കല ഖാസി ജനതയുടെ സമ്പന്നമായ പൈതൃകത്തിലെ അമൂല്യരത്നമാണ്. ഫിക്കസ് ഇലാസ്റ്റിക്കായുടെ വായുവേരുകളാൽ രൂപീകൃതമാവുന്ന ഈ ജീവനുള്ള പാലങ്ങൾ ഉറപ്പുള്ളതാവാൻ പതിറ്റാണ്ടുകൾ വേണം. അവ ഇഴചേർന്ന് ഉറപ്പുള്ളതായി കാറ്റിന്റെ ഭാഗമായി തന്നെ വളരുന്നു. മനുഷ്യന്റെ കഴിവും പ്രകൃതിയുടെ ശക്തിയും ഒരുമിച്ച് ചേരുന്ന പ്രതിഭാസം. മുത്തശ്ശൻ എന്നെ പലപ്പോഴും കാട്ടിലേക്ക് കൂട്ടിയിരുന്നു. വേര് പാലങ്ങൾ ഇല്ലാത്തിടങ്ങളിൽ നദി കടക്കാൻ ജനം മൈലുകളോളം സഞ്ചരിച്ചിരുന്നു. ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്കുള്ള ഏക വഴി ഇതായിരുന്നു. എന്റെ മുത്തശ്ശൻ എന്നെ വേരുപാലങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യ പഠിപ്പിച്ചു തന്നു. വേരുകളെ തിരഞ്ഞെടുക്കുന്നതും സംരക്ഷിക്കുന്നതും അവയെ നദിക്ക് മുകളിലൂടെ വളർത്തിയെടുക്കുന്നതും മുത്തച്ഛൻ എനിക്ക് കാണിച്ചു തന്നു. ഈ പാലങ്ങൾ നദി കടക്കാനുള്ള മാർഗങ്ങൾ മാത്രമല്ല, മറിച്ച് അവ നമ്മുടെ തന്നെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കുരുമുളകിന്റെയും അടയ്ക്കയുടെയും കൃഷിക്കൊപ്പം വേരുപാലങ്ങളുടെ പരിപാലനവും ഹാലിവാറിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവയെ വൃത്തിയാക്കാനും ശക്തിപ്പെടുത്താനും അദ്ദേഹം സമയം ചെലവഴിച്ചു. കാരണം ജീവനുള്ള ഒരു പാലം ഒരിക്കലും പൂർണ്ണമാവുന്നില്ലാത്തതിനാൽ അവയ്ക്ക് നിരന്തര പരിചരണം വേണം. ഈ അത്ഭുതകരമായ വേരുപാലങ്ങൾ കാണാൻ ഇന്ന് വർഷം തോറും 10,000-ത്തിലധികം പേർ സിയേജ് സന്ദർശിക്കുന്നു. അവയുടെ ഭംഗിയും നിർമ്മാണത്തിനാവശ്യമായ ബുദ്ധിയും പ്രകൃതി സൗഹൃദ നിർമ്മാണ രീതിയും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്നു. ജീവനുള്ള വേരുപാലങ്ങളുടെ പാരമ്പര്യം മേഘാലയയിൽ ഇന്നും സ്നേഹത്തോടെ സംരക്ഷിക്കപ്പെടുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ഈ ബഹുമതി എനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിനും എന്റെ ഗ്രാമത്തിനും പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ എന്നെ പഠിപ്പിച്ച എന്റെ മുത്തച്ഛനും അച്ഛനും ലഭിക്കുന്ന ആദരമാണ്. ശ്രീ ഹാലി വാർ, പത്മശ്രീ ജേതാവ്, 2026. കോടി കോടി പ്രണാമം.